മമ്മൂക്കയല്ലേ പുറത്ത് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മൂക്കയുടെ വക്കീലായിരുന്നു, അപ്പൊ ഇച്ചിരി സ്റ്റൈലൊക്കെ ഇരുന്നോട്ടെ, നന്ദഗോപാൽ മാരാറിന്റെ ആരാധികയാണ് ഞാൻ പേഴ്സണലി. അപ്പം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക ഇനി വരൂ, അതെ ഈ സിനിമയിൽ ഒരു ജൂനിയർ വക്കീല, അധികം കേസൊന്നുമില്ല, ഒരു കേസ് തന്നതാ, എന്റെ ഫ്രണ്ടിന്റെ മകളായതുകൊണ്ട് ഒരു കേസ് തന്നതാ, അപ്പൊ ആ രീതിയിൽ മതി. പെട്ടെന്ന് എന്റെ ഭഗവാനെ പുള്ളി ഓക്കെ മമ്മൂക്ക വക്കീലെന്ന്. പിന്നെ അവിടെ തൊട്ട് മാത്രമല്ല, മമ്മൂക്കായിട്ടുള്ള ഓരോ കോൺവെർസേഷൻ എനിക്കിപ്പോഴും, ഞാൻ മമ്മൂക്ക എപ്പോ കണ്ടാലും കേസിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഭയങ്കര അപ്ഡേറ്റഡാ ഈ നടക്കുന്ന കേസുകളെ കുറിച്ച്, അതിന്റെ വേർഡിക്റ്റിനെ കുറിച്ച്. മൊബൈലിലൊക്കെ ഈ പറഞ്ഞ എല്ലാ ആപ്സും ഉണ്ട്. പുള്ളി ഈ സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് ഉൾപ്പെടെ ലൈവായിട്ട് കാണുന്ന ആളാ വിസിയിൽ, മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പുള്ളിയുടെ അടുത്തൊന്നും ചുമ്മായൊന്നും ഒന്നും പറയാൻ പറ്റില്ല. വ്യക്തമായി ഏത് സെക്ഷൻ ആണെന്നും ഏത് പ്രൊസീഡിംഗ് ആണെന്നും എന്താ നടക്കുന്നതെന്നും എങ്ങനെയാ വാദിക്കേണ്ടതെന്നൊക്കെ നല്ല വൃത്തിയായിട്ട് എത്ര വർഷമായി ആ പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. ഭയങ്കര അപ്ഡേറ്റഡാ. അത് വേറൊരു ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മറ്റൊരു ജന്മമോ കയ്യപ്പോ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ലിയോയിലേക്ക് എത്തുന്നത് പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിയോയ്ക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് എന്തോ കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു, അപ്പോഴാണ് ലിയോയില് വിളി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഒരു വിജയ് ആരാധകയാണ്. അപ്പൊ കാലൊടിഞ്ഞ് കിടക്കുന്ന കാല് സർജറി ആയിരുന്നു. ലെഫ്റ്റ് നീക്ക് ACL ഒരു സർജറി. പോകാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്റെ സർജറിയുടെ തൊട്ട് തലേ ദിവസം എനിക്ക് കോള് തന്നെ, അല്ല സർജറിക്ക് കയറുമ്പോ അന്ന് രാവിലെ തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴാണ് എനിക്ക് ആ കോള് വരുന്നത്. ആ മൊബൈൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ആ മൊബൈൽ അപ്പൊ എടുത്തില്ലായിരുന്നെങ്കിലോ, കാരണം അവർക്ക് ഒരു ഓപ്ഷൻ പെട്ടെന്ന് അവർ നോക്കിയപ്പോ ഒക്കെ ഒരു വക്കീലിനെ വേണം. അപ്പൊ ജോർജ് കുട്ടിയുടെ വക്കീല് ആ ഒരു ഫെയിം ഉണ്ട് ആ സമയത്ത് എന്ന വക്കീലാണ്. അപ്പൊ അവർക്ക് കഥാപാത്രം ഏൽപ്പിക്കും, ബിഹേവ് ചെയ്തോളും എന്നുള്ളതായിരിക്കും. പിന്നെ ആ സിനിമയിലാണെങ്കിൽ കണ്ടാലും അങ്ങനെ ഒരു വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല, ഒരു പേര് അത്ര, ആ ഒരു പേരിന് ഒരു വക്കീലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് വിജയുടെ വക്കീല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്റെ കാലിന് ഇങ്ങനെയാണ്, എനിക്ക് സർജറിയാണ്, ഞാൻ തിയേറ്ററിൽ കയറാം, എനിക്കറിയില്ല. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് തിയേറ്ററിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, വിജയുടെ സിനിമയാണ് ഡോക്ടർ എനിക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് സിനിമ? ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് ഇന്ന ഡേറ്റാ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ നാളെ ഞാൻ തിരിച്ചു വിടും. രാജഗിരിയില്ല ഞാൻ ചെയ്തത്, ഡോക്ടർ മുരുകൻ, ഭയങ്കര നല്ലൊരു ഡോക്ടർ, എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട്, ഡോക്ടർ സുഹാസ്. ഇവരുടെ രണ്ടുപേരുടെയും കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഞാൻ ചെയ്യാം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അതേ സംവിധായകനോട് ലോകേഷ് കനകരാജ് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, കാരണം നാളെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് എണീറ്റ് വരണം. റാമിന്റെ ഇടയ്ക്ക് പറ്റിയൊരു ആക്സിഡന്റ് ആണ്, റാമിന്റെ ഷൂട്ടിന്റെ അവസാന ദിവസം പറ്റുന്ന ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി. എനിക്ക് പെട്ടെന്ന് എണീക്കണം. അപ്പോൾ ഒരു മാസമൊക്കെ ആയിരുന്നു അതിന്റെ ഒരു ഡ്യൂറേഷൻ റിക്കവറി. ആ സമയത്താണ് ഈ നേരിന്റെ ഞാനിരുന്ന് എഴുതാനുള്ള ഒരു കറക്റ്റ് ഒരു 1 month എനിക്ക് കിട്ടി. പക്ഷെ ആ ലിയോയില് ആ കോർട്ട് റൂമിൽ അവിടെ വെച്ച് ലോകേഷ് കനകരാജിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് കേട്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അത് അദ്ദേഹം ഈ പറഞ്ഞ വക്കീലാണെന്ന് അറിയാം, കോടതി സെറ്റ് ഇട്ടിട്ടുണ്ട്, വലിയ കോടതി കേട്ടോ, വലിയ കോടതി, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ്, അപ്പൊ ഇങ്ങനെ ആ ഇടുന്ന പോഡിയം ഇങ്ങനെയാണ്, ജഡ്ജ് ഇരിക്കുന്ന ആ സീറ്റ്, അതിന്റെ ഒരു ബെഞ്ച്, ഇവരുടെ ഞാൻ അത് ഇങ്ങനെയാ വരുന്നത്, അപ്പൊ എപ്പോഴാ അത് എണീക്കേണ്ടത്, ആരാദ്യം ആർഗ്യൂ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ കോഡ് സീക്വൻസ് എന്നെ ഒന്ന് സഹായിക്കുമോ? അയ്യോ ധൈര്യമായിട്ട്, കാരണം ഈ പറഞ്ഞ പോലെ റാമില് ജിത്തു സാറിനെ ആ കോഡ് സീക്വൻസിൽ അങ്ങനെ സഹായിച്ചാണ് ദൃശ്യത്തില് ചെറിയ എഴുത്തും വക്കീലും ആ സീക്വൻസിൽ ഞാൻ അസിസ്റ്റ് ചെയ്യണേ. അപ്പം മലയാളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് രണ്ടുപേരെ അങ്ങനെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ലേ, ഒരു ദിവസമോ 2 ദിവസമെങ്കിലും അത്രയും. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ, ലോക സിനിമ അറിയുന്ന ഒരു ഡയറക്ടറും ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറും, വലിയ ഭാഗ്യമായിരുന്നു. അപ്പൊ അവസരം നന്നായി മുതലാക്കി. വിജയ് സാറും അത് കണ്ടിരുന്നു, ഈ അസിസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ? പിന്നെ അപ്പൊ ലോകേഷ് സാർ ഇത് കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങള് എന്നെ ഹെൽപ്പ് പണി, എന്നെ അസിസ്റ്റ് പണി. വിജയ് സാർ ഞാൻ കണ്ടല്ലോ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു. സന്തോഷമല്ലേ അതൊക്കെ. ഞാനത് അയ്യോ അങ്ങനെയൊന്നും പറയുന്നില്ല, സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു ആരാധിക ആയതുകൊണ്ട് തന്നെ ആ സെറ്റിൽ നിന്ന് ഫൈറ്റ് ഒക്കെ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഒരു സീക്വൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കാണുമ്പോ തന്നെ നമുക്ക് വിജയ് സാർ ഇങ്ങനെ കഴുത്തിൽ തൂക്കി ഇങ്ങനെ എടുക്കുകയാണ്. നമ്മളങ്ങനെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ, കഴുത്തിൽ തൂക്കി ഇങ്ങനെ എയറിൽ നിർത്തുന്ന ഒരു സംഭവം, കഴുത്തിൽ തൂക്കി അയാളെ ഇങ്ങനെ എടുത്ത് നിർത്തുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് എന്താ യഥാർത്ഥത്തിൽ അപ്പൊ റിയാക്ട് ചെയ്യേണ്ട അയ്യോ എന്നാണ്. പക്ഷെ നമ്മള് ആരാധികയുടെ മൊമെന്റിൽ അപ്പ അങ്ങനെയല്ല, മനസ്സിലങ്ങനെയാണ്, പക്ഷെ അത് കാണിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ വെച്ചു 2-3 ടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടെയൊക്കെ നിന്ന് കാണായിരുന്നു. 2 ടേക്ക് ഉണ്ടായിരുന്നു.